സോ മസിൽ മൈൻഡ് കണക്ഷൻ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എത്രത്തോളം നമ്മുടെ മസിൽ ബിൽഡിംഗ് ഗോൾസിനെ എഫക്റ്റ് ചെയ്യും നമുക്കിതിലൂടെ നോക്കാം. അപ്പോൾ ബേസിക്കലി എന്താണ് മസിൽ മൈൻഡ് കണക്ഷൻ? അതായത് നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുമ്പോഴും അത് ഏത് മസിലിനാണ് ചെയ്യുന്നത്, ആ മസിൽ നമ്മൾ എത്രത്തോളം വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് എന്നതാണ് മൈൻഡ് മസിൽ കണക്ഷൻ. അപ്പോൾ ഇത് ആക്ച്വലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, നമ്മളെ ബോഡിയിൽ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതായത് ഒന്നാമത് നമ്മുടെ മസ്കുലർ സിസ്റ്റം, പിന്നെ രണ്ടാമത് മെയിനായിട്ടുള്ളത് നമ്മുടെ സ്കെലറ്റൽ സിസ്റ്റം. ആൻഡ് നമ്മൾ മസിൽ ഫീൽ ചെയ്യാണ്ടാണ് നമ്മൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ ലോഡ് ചിലപ്പം മസ്കുലർ സിസ്റ്റത്തിലല്ലാതെ സ്കെലറ്റൽ സിസ്റ്റത്തിലേക്ക് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ സ്കെലറ്റൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഭയങ്കര അധികം സ്ട്രോങ് ആണ് മസ്കുലർ സിസ്റ്റത്തെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ബിഗിനറായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയൊക്കെ മസിലിന് എത്രത്തോളം സ്ട്രെസ് കൂടുതൽ കൊടുക്കണമെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. സോ ബേസിക്കലി നോർമലായിട്ടൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് കൂടുതലും ബോൺസിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് ചെസ്റ്റിന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെസ്റ്റ് മസിലിനെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡിലുണ്ടായിരിക്കണം നമ്മൾ ആ മസിലിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന കാര്യം. ആൻഡ് ഈ ഒരു മസിൽ മൈൻഡ് കണക്ഷൻ എന്ന് വെച്ചാൽ വർഷങ്ങൾ ട്രെയിൻ ചെയ്ത് ഉണ്ടാകുന്നതാണ്. ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ തീർച്ചയായും ഓരോ തവണ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് ട്രൈ ചെയ്യുക. ബേസിക്കലി നിങ്ങൾ ഒരു പാർട്ടിൻ്റെ എക്സസൈസ്, അതായത് നിങ്ങൾ ചെസ്റ്റിൻ്റെ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മെയിനായിട്ടുള്ള ഗോൾ എന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ മസിലിനെ മാത്രം ഐസൊലേറ്റ് ചെയ്തിട്ട് അതിന് പരമാവധി സ്ട്രെസ്സ് കൊടുക്കുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൊടുക്കുക എന്നതാണ്. ഇങ്ങനെയുള്ള കാര്യത്തിൽ മൈൻഡ് മസിൽ കണക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ആൾക്കാരുടെയും ഷോൾഡർ അല്ലെ കൈയൊക്കെ കൂടുതൽ ആക്ടിവേറ്റ് ആകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ഈ മൈൻഡ് മസിൽ കണക്ഷൻ കൂടിയാണ്. ഒരുപക്ഷെ ഒരുപാട് വെയിറ്റ് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഒരു മോഡറേറ്റ് വെയിറ്റ് എടുത്തിട്ടാണെങ്കിലും മസിലിൽ നന്നായിട്ട് ഫീൽ ചെയ്ത്, അതായത് മൈൻഡ് മസിൽ കണക്ഷൻ നല്ല രീതിയിൽ ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ കോൺട്രാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ സ്ട്രെച്ച് ചെയ്യുകയും ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസിൽ ഗ്രോത്ത് വരുന്നത് നമ്മൾ എത്രത്തോളം വെയിറ്റ് എടുക്കുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ മസിൽസിൽ എത്രത്തോളം റെസിസ്റ്റൻസ് വരുന്നു അല്ലെങ്കിൽ എത്രത്തോളം മസിൽ ഫൈബേഴ്സ് ടിയർ ആവുന്നു എന്നതിൻ്റെ ബേസിസിലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് എടുക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ മൈൻഡ് മസിൽ കണക്ഷനിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ അതിൽ സ്ട്രെച്ച് പോർഷനും നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. സോ നമുക്ക് എങ്ങനെ നമ്മുടെ മൈൻഡ് മസിൽ കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാം? ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് സ്ലോ ആയിട്ടുള്ള എസെൻട്രിക് മൂവ്മെൻ്റ് ആയിരിക്കും. അതായത് നമുക്ക് ഏതൊരു എക്സസൈസ് ചെയ്യുമ്പോൾ അറിയാം, അതിലൊരു കോൺസെൻട്രിക് പാർട്ടും എസെൻട്രിക് പാർട്ടും ഉണ്ട്. ഒരു ഡംബൽ കേൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡംബൽ മുകളിലോട്ട് കൊണ്ടുപോകുന്ന പാർട്ട് കോൺസെൻട്രിക്കും അത് താഴോട്ട് വരുന്ന പാർട്ട് എസെൻട്രിക്കുമാണ്. ഇതിൽ നമ്മൾ എസെൻട്രിക് പോർഷൻ കൂടുതൽ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് മസിലിൽ കുറച്ചുകൂടി കൂടുതൽ ഫീൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മസിൽ മൈൻഡ് കണക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. എന്നാൽ അടുത്തൊരു ഓപ്ഷനാണ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് വെയിറ്റ് ഹോൾഡ് ചെയ്ത് ചില എക്സസൈസിൽ നിൽക്കുമ്പോൾ. സോ ഉദാഹരണത്തിന് നമ്മളൊരു ഡംബൽ കേൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡംബൽ കേൾ ചെയ്തിട്ട് ടോപ്പ് പൊസിഷൻ, അതായത് കോൺട്രാക്റ്റഡ് പൊസിഷനിലൊരു 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മസിലിനെ ഫീൽ ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മുടെ മൈൻഡ് മസിൽ കണക്ഷനെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ പല ബിഗിനേഴ്സും ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്കാണ്, അവർ വർക്കൗട്ട് പലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ഏത് മസിലിനാണ് വരുന്നതെന്ന് മനസ്സിലാക്കാതെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏതൊരു വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് ഏത് മസിലിനാണ് ടാർഗറ്റ് ചെയ്യുക, അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് ടാർഗറ്റ് ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അത് നിങ്ങൾ ട്രെയിനറോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്ക് ഇപ്പോൾ നമ്മളൊരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് മസിലിനെ ഹിറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഏത് പാർട്ടിനെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് മൈൻഡ് കോൺസെൻട്രേറ്റ് ആ മസിലിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ മാത്രമാണ് നമ്മുടെ മൈൻഡ് മസിൽ കണക്ഷൻ ഇമ്പ്രൂവ് ആവുന്നത്. നമ്മളൊരു എക്സസൈസ് ചെയ്യുമ്പം അതിന് നമ്മൾ കൂടുതലായിട്ടുള്ള മസിൽ ഫൈബേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനും നമ്മുടെ ഈ മൈൻഡ് മസിൽ കണക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ബൈസപ്പ് കേൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബൈസപ്സിലെ എല്ലാ മസിൽ ഫൈബേഴ്സും ഒരേ ടൈം ആക്ടിവേറ്റ് ആവണമെന്നില്ല. എന്നാൽ നമ്മളെ മസിൽ മൈൻഡ് കണക്ഷൻ നമ്മൾ കൂടുതലാക്കിയാൽ നമ്മളെ കൂടുതൽ മസിൽ ഫൈബേഴ്സ് ആ ഒരു എക്സസൈസിൽ റിക്രൂട്ട് ആവും. സോ അതന്നെ നമ്മുടെ മസിൽ ഗ്രോത്ത് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്തിന് വളരെയധികം ഹെൽപ്പാവും. സോ നിങ്ങൾ ഇതുവരെ മസിലിനെ ഫോക്കസ് ചെയ്യാതാണ് വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ആ ഡിഫറൻസ് മനസ്സിലാവും. അത് വളരെയധികം നിങ്ങൾക്ക് ഒരു ഫീല് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. സോ തീർച്ചയായും നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് മൈൻഡിന് മസിൽ ആ ഒരു കണക്ഷൻ തീർച്ചയായിട്ടും നല്ല രീതിയിലാക്കിയിട്ട് പെർഫെക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. അത് തീർച്ചയായും നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റും റിസൾട്ടും ഒക്കെ തരുന്നതായിരിക്കും.